ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്ന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മുടെ സുന്ദരി മുത്തശ്ശീനെ ഒന്നും കൂടി സുന്ദരിയാക്കാൻ പോവാൻ ഞാൻ. എന്ത് വേണാലും ചെയ്തോളും പറഞ്ഞ് ഫുൾ കൺസെന്റ് തന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ പുരിയൊക്കെ ഇട്ട് സുന്ദരിയാക്കാൻ പോകുന്നു. അപ്പോൾ ചിരിച്ച് എന്ത് വേണാലും ഇടയ്ക്ക് ഇത്തിരി കുറുമ്പൊക്കെ ഉണ്ട് കേട്ടോ. അതായത് പ്രായമായല്ലേ, നമ്മളിനിയിപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നൊക്കെ ഒരു തോട്ട് വരുമ്പം ഇത്തിരി പിടിവാശിയും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. പാവമല്ലേ, നമ്മുടെ മുത്തശ്ശിയല്ലേ. അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ ഡ്യൂട്ടിയിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കിന് മോളെ കണ്ടോളാം വയ്യാണ്ട് ഇച്ചിരി വീഡിയോ കോൾ വിളിക്കാന്നൊക്കെ പറഞ്ഞ് വിളിക്കാറൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ വിളിക്കും, എന്തമ്മ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ച് കുറച്ച് നേരം സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ ആളോക്കെ ആവും. കൊച്ചു കുട്ടികളെ എങ്ങനെയാണോ നമ്മൾ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഈ മുതിർന്ന മുത്തശ്ശിമാരും ടേക്ക് കെയർ ചെയ്യണം. കാരണം അത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവരൊക്കെ എത്ര നാളുണ്ടാവും നമ്മുടെ കൂടെ. ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഇറിവേഴ്സിബിൾ ലോസ് ആണ്, ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടാത്ത നഷ്ടങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഇപ്പം നമ്മൾ അത് റിയലൈസ് ചെയ്യില്ല, കാരണം നമ്മളും ബിസി ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാരാണ്, അത്ര ക്ഷമയില്ലാത്തവരാണ്, നമുക്കും പ്രഷറുണ്ട്, മെൻ്റൽ സ്ട്രെസ് ഉണ്ട്, ഒക്കെ എല്ലാം ശരിയാണ്. പക്ഷേ ഇവരാഗ്രഹിക്കുന്നുണ്ട് കുറച്ച് നേരം അവരുടെ കൂടെ സംസാരിക്കുക, അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുക, അവരുടെ അസുഖങ്ങൾ അന്വേഷിക്കുക, അതൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കുറുമ്പൊക്കെ നമുക്ക് അങ്ങനെ അങ്ങ് വിട്ട് കളയാം അല്ലേ. എൻ്റെ അമ്മമ്മ എനിക്ക് തോന്നുന്നു 9 മക്കളാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അവരെല്ലാവരും മരിച്ചു, എൻ്റെ അമ്മമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഭയങ്കര പേടിയായി, മരിക്കുന്നതൊക്കെ കാര്യങ്ങൾ പറയുമ്പം ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ ഇടയ്ക്ക് ഹൈപ്പോയൊക്കെ ആയിട്ട് കുഴഞ്ഞൊക്കെ വീഴാറുണ്ട്. അങ്ങനെ മാമൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. മാമൻ അങ്ങനെ വേഗം ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകും. പിന്നെ മാമൻ്റെ മോളുണ്ട് സായു, ഇവളിടയ്ക്ക് ഇതുപോലെ അമ്മമ്മേനെ ഒരുക്കി സുന്ദരിക്കുട്ടിയാക്കിയിട്ട് എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തരും കേട്ടോ. കാണുമ്പോൾ ഭയങ്കര സന്തോഷം, ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കും കേട്ടോ. കൊച്ചു കുട്ടികളെ പോലെ എല്ലാം ചെയ്യാനായിട്ട് ഇരുന്നിരുന്നത്. അപ്പം നിങ്ങളുടെ അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയും ഒക്കെ ഇതുപോലെ ടേക്ക് കെയർ ചെയ്യുക. ഇതുപോലെ കണ്ണെഴുതി പൊട്ടുകുത്തി മുടിച്ച് അങ്ങനെയൊന്നും അല്ല കേട്ടോ. അവരുടെ കൂടെ കുറച്ച് നേരം സന്തോഷത്തോടെ ഇരിക്കുക, സംസാരിക്കുക. അപ്പോൾ ഒന്ന് കുറച്ച് സംസാരിക്കുമ്പോൾ എന്തൊക്കെ ടോപ്പിക് ഉണ്ടാവും എന്നറിയോ അവർക്ക് പറയാനായിട്ട്. ക്ഷമയോടെ കേട്ടിരുന്നാൽ മാത്രം മതി, ടോപ്പിക്ക് അവർ തന്നെ ഉണ്ടാക്കും. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ചെയ്യൂ.